അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിദീന ബിറല്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞ പലർക്കും ലഭ്യമല്ലാത്ത ഒരു അനുഗ്രഹത്തിനു കൂടി സാക്ഷ്യം വഹിക്കുവാനാണ് നമ്മൾ നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഇവിടെ സജ്ജമായി കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖാന്തരം ധാരാളക്കണക്കിന് നന്മകളുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ അറിയിക്കപ്പെട്ട ഒരു പവിത്രമായ മാസത്തിലേക്കാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് അല്ലെങ്കിൽ നാളത്തോടു കൂടി നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട ഈ മാസത്തിനെ സ്വാഗതം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മനസ്സാവാച കർമ്മണ ഇതിൻ്റെ മുമ്പിൽ നിലകൊള്ളേണ്ടത്. ഇന്നത്തെ സായം സന്ധ്യ നാളത്തെ പ്രഭാതത്തിന് വഴിമാറുമ്പോൾ പടച്ച റബ്ബിനെ കുറിച്ചുള്ള കൂടുതൽ ഓർമ്മകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായി, ഈ ഒരു റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതൊരു അമലിനെ പോലെയും നമ്മുടെ കൈമുതലായി നമ്മുടെ കൂടെയുണ്ടാകേണ്ടത് ഏറ്റവും നല്ല ഇഖ്ലാസോട് കൂടിയുള്ള നല്ല നിയ്യത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുന്നത്, പടച്ച റബ്ബ് പ്രതിഫലത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അത് കൃത്യമായ നിയ്യത്തിൻ്റെ അനുസരിച്ചായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഈ ഹദീസിൻ്റെ തുടർച്ചയിൽ കാണുവാൻ സാധിക്കും, ഹിജ്റയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഓർമ്മപ്പെടുത്തുന്നത്. മക്കയിൽ നിന്ന് സകലതും വിട്ടെറിഞ്ഞുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സ്വഹാബിമാരോട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങൾ പടച്ച റബ്ബിനെ മാത്രം ഉദ്ദേശിച്ച് വേണം പുറപ്പെടാൻ. മദീനത്തുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഭൗതിക താല്പര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ഹിജ്റയാകുന്ന ഈ മഹാസംഭവത്തിന് നിങ്ങൾ സാക്ഷികളായി മാറരുത്. കാരണം ഈ ദുനിയാവിന് വേണ്ടിയുള്ള പടപ്പുറപ്പാടാണെങ്കിലും ഹിജ്റയാണെങ്കിലും ശരി, നിയ്യത്ത് മാറിപ്പോയാൽ സ്വാഭാവികമായും ആ കർമ്മം നിഷ്ഫലമായി പോകും. പടച്ച റബ്ബിൻ്റെ അരികിൽ പ്രതിഫലം ലഭിക്കുകയില്ല. അതുകൊണ്ട് നാളെ മുതൽ ആരംഭിക്കുന്ന ഈ വ്രതം ആ 29-30 ദിവസങ്ങളെ തുടർച്ചയായി നല്ല നിയ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയുണ്ടായി, ഒരു മനുഷ്യൻ്റെ നിയ്യത്തില്ലാത്ത പ്രവർത്തനം അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് പറയുന്നതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ഓർമ്മപ്പെടുത്തി, ഒരു നോമ്പ് സമാഗതമാകുമ്പോൾ സുബഹിക്ക് മുമ്പ് അവൻ മനസ്സിൽ കൃത്യമായി കൊണ്ട് നാളത്തെ നോമ്പിനെ സ്വരുക്കൂട്ടി അത് നിയ്യത്താക്കി മാറ്റി അവൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എങ്കിൽ അവന് റമദാൻ മാസത്തിലെ വ്രതം അവന് നിഷ്ഫലമായി പോകുമെന്നുള്ളതാണ്. നല്ല നിയ്യത്തോടു കൂടി നമ്മൾ ഈ ഒരു റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട്. വരുന്ന 30 ദിവസം പടച്ച റബ്ബിനെ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ കണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നല്ല ഈമാനോടുകൂടി പടച്ച റബ്ബേ, നിന്റെ അരികിൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന പ്രതീക്ഷയോടുകൂടി രണ്ട് കാര്യങ്ങൾ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോൽക്കൽ അവന് അനിവാര്യമാണ്. അങ്ങനെയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. തീർച്ചയായും അവൻ്റെ പാപങ്ങൾ, വൻ പാപമൊഴികെ ശിർക്കൊഴികെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ പണ്ഡിതന്മാരും സൂചിപ്പിച്ചതുപോലെ ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, എത്രയെത്ര കർമ്മങ്ങളാണ് റുബ്ബ അമലിൻ സഗീരിൻ തുകസ്സിറുഹു നിയ്യ. എത്ര ചെറിയ പ്രവർത്തനമാണെങ്കിലും നീയത്തിൻ്റെ വലിപ്പം കൊണ്ട് അള്ളാഹുവിൻ്റെ അരികിൽ അത് അധികരിക്കപ്പെടുക തന്നെ ചെയ്യും. വറുബ്ബ അമലിൻ കസീരിൻ തുസഗിറുഹു നിയ്യ. എന്നാൽ എത്ര വലിയ ധാരാളക്കണക്കിന് പ്രവർത്തനങ്ങൾ ഭൂമിയിൽ ചെയ്തു പോകുന്ന മനുഷ്യന്മാർ പരലോകത്തൊന്നുമില്ലാത്തവരായി മാറുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെയും പടച്ച റബ്ബിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കിടക്കുന്ന ഈ പട്ടിണി കിടന്നുകൊണ്ട് ദാഹം പ്രയാസപ്പെട്ടുകൊണ്ട് ദാഹത്തെ പിടിച്ചമർത്തിക്കൊണ്ട് നമ്മൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കഴിച്ചു കൂട്ടുമ്പോൾ ഒരു ഇബാദത്തിലാണ് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്.
ഒരു കൃത്യമായി കൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പടച്ച റബ്ബിൽ നിന്നുള്ള ഏറ്റവും നല്ല വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നോമ്പുകാരായി നമ്മൾ മാറേണ്ടതുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ല എങ്കിൽ നാളെ ഈ ദുനിയാവ് വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ഒരുപാട് നോമ്പനുഷ്ഠിച്ചവരാണ്. 30 കൊല്ലം ജീവിച്ച ഒരാൾ 22 23 വർഷത്തോളം അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ നോമ്പെടുക്കുന്നു. പക്ഷേ അതെല്ലാം തന്നെ സ്വീകാര്യയോഗ്യമാണോ എന്നുള്ളത് പടച്ച റബ്ബിൻ്റെ അരികിലെത്തുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ ബോധ്യം എന്നുള്ളത് അത് മരണത്തോടു കൂടിയാണ് നമുക്ക് കൃത്യമായി രേഖകളായി മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ മുതൽ ആരംഭിക്കുന്ന വ്രതാനുഷ്ഠാനത്തിന് മുമ്പേ നമ്മൾ മാനസികമായി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ശാരീരികമായി കൊണ്ട് നമ്മൾ തയ്യാറാണ്, ഊർജ്ജസ്വലരാണ്. അതേ സമയത്ത് ആ ശാരീരികമായിട്ടുള്ള ഊർജ്ജസ്വലതയെ അത് പ്രതിഫലമാക്കി മാറ്റുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന നിയ്യത്താണ്. നിയ്യത്ത് എന്നുള്ളത് ചൊല്ലി പറയേണ്ട ഒരു വാചകങ്ങളിൽ ഉറപ്പിക്കേണ്ടതല്ല. നേരെ മറിച്ച് അവൻ്റെ ഹൃദയത്തിൽ അവൻ സ്വരുക്കൂട്ടണം, നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് പ്രതിഫലം നൽകണേ അല്ലാ എന്നുള്ള ഒരു ബോധമാണ്. നിയ്യത്ത് എന്ന പദത്തിൻ്റെ പോലും അർത്ഥം അത് വിചാരിക്കലാണ്. അത് മുതഅല്ലഖും ബിൽ ഖൽബ്, ഹൃദയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഹൃദയം എന്നുള്ളത് ചിന്തയുടെ സ്ഥാനമാണ്. ഹൃദയം എന്നുള്ളത് പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധത്തിൻ്റെ സ്ഥാനമാണ്. ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചു നിർത്തുന്ന നിയ്യത്തോടുകൂടി, ഇഖ്ലാസോടുകൂടി, ഈമാനോടുകൂടി, ഇഹ്തിസാബോടുകൂടി നമ്മൾ ഈ റമദാനിനെ കാണേണ്ടതുണ്ട്. എല്ലാ ദിവസവും തന്നെ കൊഴിഞ്ഞു പോകുന്നത് പോലെ പ്രഭാതമായി പ്രദോഷത്തിലായി, പ്രദോഷത്തിൽ നിന്ന് പ്രഭാതത്തിലേക്കുള്ള സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു പാതയിലൂടെ സുഗമമായ നടത്തിപ്പ് പോലെ അല്ല നമ്മൾ റമദാനിനെ കാണേണ്ടത്. നേരെ മറിച്ച് കൃത്യമായി കൊണ്ട് പ്ലാനിങ്ങോടുകൂടി, കൃത്യമായി കൊണ്ട് ഈ 30 ദിവസം എൻ്റെ പാരത്രിക ലോകത്തേക്കുള്ള മടക്കയാത്രയിൽ എൻ്റെ അക്കൗണ്ടിൽ അത് വരണമെന്നുള്ള ബോധ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. 30 ദിവസങ്ങളിൽ ലഭിക്കുന്ന മണിക്കൂറുകളെ, ഓരോ മിനിറ്റുകളെ, ഓരോ മൈക്രോ സെക്കൻഡുകളെ, ഓരോ സെക്കൻഡുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നേറേണ്ടതുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ആഖിറത്തിലുള്ള പ്രവർത്തനത്തെ പടച്ച റബ്ബ് വീക്ഷിക്കുന്നത്, പടച്ച റബ്ബ് നോക്കുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള വരുന്ന നിയ്യത്തിലേക്കാണ്, ഇഖ്ലാസിലേക്കാണ്. ഒരാളും കാണാത്ത, ഒരാളും അറിയാത്ത, സ്വന്തം കൂടെ ജീവിക്കുന്ന വാപ്പയും ഉമ്മയും പോലും തിരിച്ചറിയാനാകാത്ത ഒരു ഇബാദത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നാളെ മുതൽ. കാരണം എനിക്ക് നോമ്പുണ്ടോ എന്നുള്ളത് ഞാൻ മറ്റൊരാളുടെ മുമ്പിലും എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമസ്കാരം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കാണാതെ ഒരിക്കലും നിർവഹിക്കുക സാധ്യമല്ല. അതുപോലെ തന്നെ ഹജ്ജ് മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രമേ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് നോമ്പെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരാളും അറിയാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ പറയാതെ ഒരാൾക്കും അറിയാൻ സാധിക്കാത്ത റബ്ബും ഈ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തെ മാത്രം സൂചിപ്പിക്കുന്ന ഈ റമദാൻ മാസത്തിലെ നോമ്പ്, അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ, ഏത് നോമ്പുകളാണെങ്കിലും ശരി, അവിടെയൊക്കെ തന്നെയും പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഒരു ബോധ്യത്തോടു കൂടിയുമായിരിക്കണം നമ്മൾ ഈ ഒരു റമദാനിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. നാളെയുള്ള റമദാൻ മുതൽ പ്ലാനിങ്ങോടുകൂടി നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ചില അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായും ജീവിതത്തിൽ ഭൗതികമായ ഏതെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടി നമ്മൾ കൃത്യമായി പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, മരണത്തിന് ശേഷം ആരംഭിക്കുന്ന സുഖാനുഭൂതികളുടെ ഏറ്റവും മജ്ജയായി, ഏറ്റവും അതിൻ്റെ ബേസായി അറിയപ്പെടുന്ന ഇബാദത്തുകൾക്ക് നമ്മൾ പ്രാധാന്യം നൽകാൻ വേണ്ടി തീർച്ചയായും അതിനെ നമ്മളൊന്ന് സജ്ജീകരിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ചില പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ റമദാനിന് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നല്ല നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി എല്ലാ നിലക്കും തന്നെ ഈ റമദാനിനെ പൂർണ്ണമായി എനിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടല്ലോ റബ്ബേ എന്ന് ആ വളരെയധികം പ്രതീക്ഷയോടുകൂടി ഈ റമദാനിൻ്റെ 30ാമത്തെ ദിവസം, 29ാമത്തെ ദിവസം ഇവിടെ നിന്ന് നമ്മൾ യാത്രയാക്കുമ്പോൾ സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടി നമ്മൾ ഇപ്പോൾ ഒരുങ്ങണം. 20 നോമ്പ് കഴിഞ്ഞ്, 25 നോമ്പ് കഴിഞ്ഞ്, 28 നോമ്പ് കഴിഞ്ഞ്, 29ലും 30ലും എത്തുമ്പോൾ പടച്ച റബ്ബേ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന സങ്കടത്തിൻ്റെ
റസൂലിൻ്റെ വാചകം പറയാതിരിക്കണമെങ്കിൽ റമദാൻ തുടങ്ങുന്നതിൻ്റെ ഈ ദിവസം മുമ്പ് തന്നെ, ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം നല്ല കൃത്യമായി കൊണ്ട് ഒരു പ്ലാനിങ്ങോടുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെയുള്ള ഈ ജീവിതത്തിൻ്റെ അവസാനിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ഇബാദത്തുകൾ മാത്രമാണ് നമ്മുടെ കൈ മുതലായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിലാണ് സമർപ്പിക്കുന്നത്. അത് നോമ്പാണെങ്കിലും ശരി, ഈ റമദാൻ മാസമാണെങ്കിലും ശരി, മറ്റുള്ള ഇതര ഇബാദത്തുകളാണെങ്കിലും ശരി, ആ ഇബാദത്തുകളും ആ നോമ്പും ആ കർമ്മങ്ങളൊക്കെയും തന്നെ പടച്ച റബ്ബിൻ്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്നത് ഇവൻ്റെ നിയ്യത്തിനനുസരിച്ച് കൊണ്ടാണ്. ചില ആളുകൾ അവൻ്റെ നോമ്പ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ അവന് ലഭിക്കുന്നത് പട്ടിണി മാത്രമാണ്. ചില ആളുകൾക്ക് അവിടെ ലഭിക്കുന്നത് ലമഹ് മാത്രമാണ്, ദാഹം മാത്രമാണ്. ചില ആളുകൾക്ക് ഒന്നും ലഭിക്കാതെ പോവുകയാണ്. ഇങ്ങനെ പട്ടിണിയും ദാഹവും മാത്രമായി കൊണ്ട് ഒരു 30 ദിവസം തീർക്കുന്നതിന് പകരമായി കൊണ്ട് കിടക്കുന്ന പട്ടിണിക്കോ അതുപോലെ തന്നെ സഹിക്കുന്ന ദാഹത്തിനോ അതെല്ലാം തന്നെ ഇബാദത്താക്കി മാറ്റാൻ പറ്റുന്ന, ഓരോ മൈക്രോ സെക്കൻഡുകളും ഇബാദത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ക്ഷീണിച്ച് തളർന്നാലും ശരി, ആ നോമ്പ് നമുക്ക് ഇബാദത്തിന്റെ കൂലിയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ നോമ്പെടുത്തിട്ട് വൈകുന്നേരത്തിന് മുമ്പ് 1-2 മണിക്കൂർ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയാലും ശരി, നെയ്യത്ത് നല്ല നെയ്യത്താണ് എങ്കിൽ ആ ഉറക്കത്തിന്റെ പ്രതിഫലം പോലും പടച്ച റബ്ബ് നമ്മിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും മുന്തിയ രൂപത്തിൽ, ഏറ്റവും ബെസ്റ്റിനെ സ്വീകരിക്കുന്നവരാണല്ലോ മനുഷ്യ സമൂഹം എന്നുള്ളത്. ഒരു ഫോണാണെങ്കിൽ പോലും അതിൽ ബെസ്റ്റിനെ സ്വീകരിക്കുന്നു, ഒരു വാച്ചാണെങ്കിൽ അതിൽ ബെസ്റ്റിനെ സ്വീകരിക്കുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ അതിൽ ബെസ്റ്റിനെ സ്വീകരിക്കുന്നു. ബെസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ഹാഷ്ടാഗിലാണ് എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് എങ്കിൽ 12 മാസങ്ങളിൽ ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനിനെ, ഒരു മുവഹിദിനെ നാളെ ആഖിറത്തിൽ എനിക്ക് വല്ലതും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക് വരുന്ന 12 മാസങ്ങളിൽ ഏറ്റവും നല്ല ഒരു മാസമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാസത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നാളത്തോടുകൂടി നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ആലോചിച്ച് നിൽക്കാനുള്ള സമയമില്ല. ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നു, നാളത്തെ എൻ്റെ നോമ്പ്, നാളത്തെ എൻ്റെ നമസ്കാരം, നാളത്തെ എൻ്റെ പ്രാർത്ഥനകൾ, നാളത്തെ എൻ്റെ ഇബാദത്തുകൾ എല്ലാം പ്രത്യേകമായ ഒരു മാസത്തിലേക്കാണ്. ആ മാസത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് എല്ലാ നന്മകളും അള്ളാഹു നമുക്ക് വേണ്ടി തുറന്നു വെക്കപ്പെടുന്ന മാസമാണ്. ചില ആളുകളുണ്ട് ആഖിറത്തിൽ വരുമ്പോൾ അവർക്ക് ഈ റമദാൻ ഇങ്ങനെ കഴിഞ്ഞുപോയി എന്നതിൽ എല്ലാവരും നോൽക്കുന്നു, ഞാനും നോമ്പ് നോറ്റിരിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറമായി കൊണ്ട് കാര്യമായി ഒരു ലാഭവും ഇല്ലാത്ത പാപ്പരന്മാരായിക്കൊണ്ട് നാളെ പരലോകത്ത് വരുന്ന ചില ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന കൂട്ടത്തിൽപ്പെടുന്ന ആളുകൾ അങ്ങനെ ഉണ്ടായിരിക്കാം. നാളെ ആഖിറത്തിൽ വരുമ്പോൾ നിയ്യത്ത് തെറ്റിപ്പോയി എന്നതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കൃത്യമായ ബോധത്തോടുകൂടി നോമ്പനുഷ്ഠിക്കാതെ മുന്നോട്ട് പോയി എന്ന കാരണത്താൽ പ്രിയപ്പെട്ടവരെ, അവരുടെ നോമ്പിന് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ആ നോമ്പ് നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും തന്നെ ആകാൻ പാടില്ല. കാരണം അവൻ ചെയ്ത നോമ്പും അവൻ സഹിച്ച ദാഹവും അവൻ്റെ പ്രയാസവും അവൻ്റെ ക്ഷീണവുമെല്ലാം ഇബാദത്താക്കി മാറ്റുന്നത് അവൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഈ ഒരു നിയ്യത്തിൻ്റെ ഏറ്റവും കണിശമായ രൂപം തന്നെയാണ്, ഏറ്റവും നല്ല ഇഖ്ലാസ് തന്നെയാണ്. ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നമ്മൾ ഈ ഒരു ദിനങ്ങളെ കാണേണ്ടതുണ്ട്. ഈ ദിനങ്ങളുടെ പ്രത്യേകതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിന്റെ ഭാഗം കൂടി ചേർത്ത് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഓരോ പ്രദോഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ അല്ലെങ്കിൽ റബ്ബ് തന്നെ വിളിച്ചു പറയുമത്രേ, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയശ് ശർരി അഖ്സിർ. അല്ലയോ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ മുന്നോട്ട് വരിക. അത് എല്ലാ ദിവസവും അല്ലാഹുവിൻ്റെ മലക്കുകൾ വിളിച്ചു പറയുമത്രേ. അതിന് വിശദീകരണങ്ങൾ കാണുവാൻ സാധിക്കും, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവിലുള്ള ആളുകളെ, മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, മുവഹിദുകളെ, നല്ല നിയ്യത്തോടുകൂടി നോമ്പ് തോൽക്കുന്ന എല്ലാ നിലക്കും റബ്ബിനെ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ചിട്ട് അല്ലാഹു പറയുമത്രേ, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. അല്ലയോ നന്മ ഉദ്ദേശിക്കുന്നവരെ മുന്നോട്ട് വരിക.
നന്മയുടെ മാസത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. എന്ത് ചെയ്താലും ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്ന മാസങ്ങൾ, നന്മകൾക്ക് എണ്ണിയാൽ ഒതുങ്ങാത്ത പ്രതിഫലം നൽകപ്പെടുന്ന മാസം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ മുഖവിലക്കെടുക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ചെയ്യുന്നവരെ നിങ്ങൾ മുന്നോട്ട് വാ, മുന്നോട്ട് വാ. ഇതാ 30 ദിവസം നിങ്ങൾക്ക് ഈ സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്ന ഈ മാസം നിങ്ങളുടെ മുമ്പിലേക്ക് സമാഗതമായിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ മറ്റൊരു വിളി അവിടെ നടക്കുന്നുണ്ട്. നന്മയിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം അപ്പുറത്ത് ചില ആളുകളെ ഈ മലക്കുകൾ വിളിച്ചു പറയുന്നുണ്ടത്രേ, വയാ ബാഗിയൽ ശർരി അഖ്സിർ, തിന്മ ചെയ്യുന്നവരെ നിർത്തിക്കോ, തിന്മ ചെയ്യുന്നവരെ നിങ്ങൾ മതിയാക്കിക്കോ. ഇന്നലെ ചെയ്ത തിന്മയെപ്പോലെ ഇന്ന് നിങ്ങൾ തിന്മയിലേക്ക് പോകല്ലേ. കാരണം നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്, നാളെ മുതൽ നിങ്ങൾ തുടങ്ങുന്നത് ഒരു റമദാൻ മാസത്തിലാണ്. ആ റമദാനിന്റെ ശ്രേഷ്ഠത, അതിൻ്റെ മഹത്വം, അതുമായി ബന്ധമുള്ള വിഷയങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ, തുടർ ക്ലാസ്സുകളിലൂടെ നമുക്ക് കേൾക്കാവുന്നതും മനസ്സിലാക്കാവുന്നതുമാണ്. ഈ ഹദീസിന്റെ ആശയം നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഹൃദ്യസ്ഥമാക്കാൻ തയ്യാറാവുക. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ, ഹൃദയത്തിന്റെ ഉള്ളിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അഖ്ബിൽ, അത് ഹൃദയത്തിൽ വെച്ച് നിൽക്കുക മാത്രമല്ല, നിങ്ങളത് മുന്നോട്ട് വരിക. എന്നിട്ട് നന്മയിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നിലക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാനിപ്പിക്കുകയാണ്, വയാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ ഇവിടെ നിന്ന് നിർത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ഇനി വരുന്ന ഈ റമദാനിന്റെ തുടർച്ചയായ ദിവസങ്ങളിൽ കൃത്യമായി കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ച രൂപത്തിൽ ഈ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.